ഹായ് ഹലോ മൈ ഹാപ്പിനെസ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവൽ വിളയിച്ചതുണ്ടാക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുത്ത് നമ്മുടെ അവലെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ആക്കി, ഒരുപാട് ഫ്രൈ ആക്കണ്ട, ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ തേങ്ങ ചിരണ്ടിയത് ഒരു പാനിലെടുത്ത് നന്നായിട്ട് ചൂടാക്കി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി നേരത്തെ ഉരുക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് ആ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ശർക്കരപ്പാനിയും തേങ്ങയും കൂടി നന്നായിട്ട് ഒന്ന് കുറുകി വരണം. ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലേവറായിരിക്കും, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ, ഈ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ അവൽ ഒന്ന് ചൂടാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് എടുത്ത് മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നട്ട്സും നമ്മുടെ എള്ളും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നട്ട്സും എള്ളും ഒക്കെ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അവൽ മിശ്രിതം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്ത് വാങ്ങി വയ്ക്കുക. ഇത് നമുക്ക് ഒരാഴ്ച വരെ കേടാവാതെ ഇരിക്കുന്ന ഒരു അവൽ വിളയിച്ചതാണ്. ഇത് നമുക്കൊരു ജാറിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഇത് കേടാവാതിരിക്കും. അപ്പം നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.